ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന നമ്മുടെ അവഞ്ചേഴ്സ് മൂവീസിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. അതായത് 2026 അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും 2027 നമ്മുടെ സീക്രട്ട് വാർസും വരാൻ പോകുന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകണം. അതിൽ മെയിനായിട്ട് ഈ ഒരു അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്താണ്, സോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, ഡോക്ടർ ഡൂം ആരാണ്, സോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ RDJ ആണ് നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് കാസ്റ്റ് ആയിട്ടുള്ളത്. സോ ഒരു നല്ല കാസ്റ്റ് തന്നെയാണ്. സോ സിലിയൻ മർഫി വന്നതിനൊക്കെ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് എനിവേസ് കൊള്ളാം. അപ്പോൾ ഈ ഒരു RDJയുടെ ഡോക്ടർ ഡൂം വന്ന് നമ്മുടെ കോമിക്സ് കാണുന്ന ആ ഒരു ഡോക്ടർ ഡൂം ആയിട്ടാണോ, അതോ ഇനി നമ്മുടെ അയൺമാൻ്റെ വല്ല വേരിയൻ്റ് ആയിട്ടാണോ വരാൻ പോകണമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടും. സോ അത് എന്താണെന്ന് നമ്മുടെ മൂവി കണ്ടാലേ നമുക്ക് പിടിയിട്ടു. അപ്പം ഈ ഒരു ഡൂം സ്റ്റേയിലൂടെയാണ് നമ്മുടെ ഡോക്ടർ ഡൂം എംസിലോട്ട് വരാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ബട്ട് മിക്കവാറും അതിനേക്കാളും മുമ്പേ നമ്മുടെ ഡോക്ടർ ഡൂം ഉറപ്പായിട്ടും ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേറെ ഏതെങ്കിലും മൂവീസിൽ ഡോക്ടർ ഡൂമിനെ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവിയിൽ ഡോക്ടർ ഡൂം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡോക്ടർ ഡൂം വന്ന് ഫസ്റ്റ് ടൈമൊക്കെ ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ വില്ലനായിട്ടാണ് വന്നത്. അപ്പോൾ മേ ബി ആ മൂവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ മൂവി വന്ന് വേറൊരു യൂണിവേഴ്സിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വേൾഡിൽ വന്ന ഗലാറ്റേഴ്സും ഉണ്ട്. ഈ പടത്തിൽ ഗലാറ്റേഴ്സും വരാൻ പോകുന്നുണ്ട്, സിൽവർ സർഫർ വരാൻ പോകുന്നു ഫീമെയിൽ, മേ ബി ഡോക്ടർ ഡൂമും വരാം. ഓക്കെ, ചിലപ്പോൾ പടത്തിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡോക്ടർ ഡൂമിനെ വല്ലതും കാണിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മൂവിയുടെ എൻഡിങ്ങിൽ ഇവരെല്ലാവരും MCUലോട്ട് വരാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെ വരാം മേ ബി. സോ അതെന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. ആൻഡ് ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിനലോട്ട് നിങ്ങൾ കിടക്കുക, എനിക്ക് സൂപ്പറാണ്. ഒരു കിടിലൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഡോക്ടർ ഡൂമിൻ്റെ. ആൻഡ് അതിനെ ഇവിടെ പറഞ്ഞ ചെറിയ വീഡിയോ ലോങ് ആയിപ്പോവും. സോ നമ്മുടെ ചാനലിൽ തന്നെ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടൈമുള്ള ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിനൽ പവേഴ്സൊക്കെ എന്താണെന്ന് ആ ഒരു വീഡിയോയിൽ കണ്ടു നോക്കുക. എൻ്റെ വീഡിയോ മാത്രം കാണുമെന്ന് ഞാൻ പറയുന്നില്ല, വേറെ ആൾക്കാരും ഡോക്ടർ ഡൂമിനെ പറ്റി ഒറിജിനൽ വീഡിയോസൊക്കെ മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. സോ അവരെ വീഡിയോ നോക്കുക. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിൻ കാണാതെ ഉറപ്പായിട്ടും ബെറ്റർ ആയിരിക്കും. സോ സിമ്പിളായിട്ട് ഡോക്ടർ ഡൂമിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി പറഞ്ഞാൽ നമ്മുടെ അയൺമാനും ഡോക്ടർ സ്ട്രേഞ്ചും കൂടെ ചേർന്നൊരു ക്യാരക്ടർ എന്ന് പറയും. അതായത് പുള്ളിക്ക് മാജിക്കും ഉണ്ട്, അതേപോലെ തന്നെ ടെക്നോളജിയും ഉണ്ട്, കൂടാതെ നല്ല ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്. ഒരു ഭയങ്കരനായിട്ടുള്ള വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന് പറയുകയാണെങ്കിൽ. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഒരു ഡൂം സ്റ്റേ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡൂം സ്റ്റേയുടെ മീനിങ് വന്ന് ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്നാണ്. അതായത് ലോകത്തിൻ്റെ നാശം എന്നാണ് ഡൂം സ്റ്റേയുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലോകത്തിൻ്റെ നാശമാണ് നമുക്കിവിടെ മൾട്ടിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. സോ അതായത് മൾട്ടിവേഴ്സിൻ്റെ നാശമാണ് ഈ ഒരു ഡൂം സ്റ്റേയിലൂടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് മൾട്ടിവേഴ്സിൻ്റെ നാശം വരുമെന്ന് നമുക്ക് അറിഞ്ഞൂടെ. സോ എന്തായാലും ഡോക്ടർ ഡൂം എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ലോക്കിക്ക് വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലോക്കിയാണ് ഇപ്പോൾ മൾട്ടിവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ. ചിലപ്പോൾ ലോക്കിക്ക് വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഡോക്ടർ ഡൂം എന്തോന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കോമിക്സിലോട്ട് വരികയാണെങ്കിൽ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സൊക്കെ എടുത്ത് നമ്മുടെ ഡോക്ടർ ഡൂം ഗോഡ് എംപയർ ഡൂമായിട്ട് മാറും. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ പുള്ളിക്കൊരു വേൾഡ് ഡോക്ടർ ഡൂം ക്രിയേറ്റ് ചെയ്യും. അതായത് ബാറ്റിൽ വേൾഡ്, ഓരോ മൾട്ടിവേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്ത് ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഏകദേശം ഇത് വന്ന് നമ്മുടെ വോയിഡുമായിട്ട് കണക്റ്റ് ആക്കാം. ചിലപ്പം ബാറ്റിൽ വേൾഡൊക്കെ വോയിഡുമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, വോയിഡ് പോലെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ചില തിയറീസിലൊക്കെ നമ്മുടെ ഒരു ബാറ്റിൽ വേൾഡിലാണ് ചില മൂവീസ് വരാൻ പോകുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്പൈഡർമാൻ 4ഉം വേറെ ചില മൂവീസൊക്കെ ബാറ്റിൽ വേൾഡിൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഡൂം സ്റ്റേയിലും മൾട്ടിവേഴ്സിൻ്റെ നാശവും കൂടാതെ നമ്മുടെ ഡോക്ടർ ഡൂം ആ ഒരു ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ആക്ച്വലി ടെക്നിക്കലി കാങ് ഡൈനസ്റ്റിയാണ് വരേണ്ടത്. പിന്നീട് കാങ്ങിന് എന്തൊക്കെയാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പം കാങ്ങിനെ മാറ്റി ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ കാങ്ങിൻ്റെ വേരിയൻസിൻ്റെയൊക്കെ എന്ത് സംഭവിക്കും. ഈ ആൻറ്റിമാൻ 3 നിറയെ കാങ് വേരിയൻസ് ഒക്കെ കാണിച്ചിട്ട്, അപ്പോൾ അവരെ കാര്യം എന്തായെന്നൊക്കെ ആലോചിക്കും. ആക്ച്വലി അവരെയൊക്കെ TV ഡീൽ ചെയ്തെന്നാണ് പറഞ്ഞത് ലോക്കി സീരീസിൽ. ബട്ട് മേ ബി നമ്മുടെ ഡോക്ടർ ഡൂം ചെന്ന് ഒരു കാങ്ങിൻ്റെ വേരിയൻസിൻ്റെയൊക്കെ കൊല്ലുന്ന രീതിയിൽ കാണിക്കാൻ ചാൻസസ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഡോക്ടർ ഡൂമിനെ ഈ ഒരു ഡൂം സ്റ്റേക്ക് മുമ്പേ തന്നെ ടീസ് ചെയ്യും. കാരണം ഇങ്ങനൊരു വില്ലനുണ്ട്, മൾട്ടിവേഴ്സിൻ്റെ വലിയ ട്രെഡാണ് എന്നൊക്കെ ടീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മുടെ താനോസിനെ പോലെ. എന്നാലും ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ഹൈപ്പ് ബിൽഡാവും ഫാൻസിന്. അപ്പം എന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ വേറെ റൂമേഴ്സ് കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ധനുഷ് ആണെങ്കിൽ ഒരു അവഞ്ചേഴ്സ് ഡൂം സ്റ്റേയിൽ വരുമെന്ന് ഒരു റൂമറുണ്ട്. ആക്ച്വലി ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റൂസോ ബ്രദേഴ്സാണ് നമ്മുടെ ധനുഷിനെയൊക്കെ വെച്ചൊരു ഗ്രേമെയിൻ എന്നൊരു പടം ചെയ്ത് നമ്മുടെ ധനുഷും ക്രിസ് ഇവാൻസും റയാൻ ഗോസ്ലിങ്ങും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ പടത്തിലാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ സമയത്ത്
ധനുഷ് ഇങ്ങനെ വരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂസോ ബ്രദേഴ്സ് ആണെങ്കിൽ എക്സ്പാൻഡിലെ ഏതെങ്കിലും മെമ്പറായിട്ട് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം റൂസോ ബ്രദേഴ്സാണ് അവഞ്ചേഴ്സ് മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റൂമർ വന്നത്. ചിലപ്പം ധനുഷ് വരാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ ഏത് റോള് ധനുഷിന് സെറ്റ് ആവും എന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞേക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡൂംസ്ഡേ ഭയങ്കരമായിട്ടാണ് ഇരിക്കാൻ പോലെ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒരു വിളയാട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഡോക്ടർ ഡൂമിൻ്റെ ഒരു ഒറിജിൻ വീഡിയോ കാണാൻ മറക്കല്ല്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഡൂംസ്ഡേക്ക് വേണ്ടി വെയിറ്റിംഗ് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് തന്നെ കാണിക്കും. മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് യു ഗൈസ്.